മനുഷ്യനുമേലുള്ള അനുഗ്രഹം സൃഷ്ടിയുടെ കാലം മുതൽക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരമായിരുന്നു: ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, തന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആദ്യ മാതാപിതാക്കളുടെ മേൽ ചൊരിഞ്ഞ ആ അനുഗ്രഹം ദൈവത്തെ കേട്ട് അനുസരിക്കുന്ന ഉള്ളവർക്കാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം ഉണ്ടാകി അനുഗ്രഹീതനായിരിക്കുന്ന അബ്രാമിനെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രാമിന്റെ 99-ാം വയസ്സിൽ യഹോവ അബ്രാമിന് പ്രത്യക്ഷപ്പെടുന്നു. അനുഗ്രഹത്തിന്റെ അധിപതിയായവൻ അനുഗ്രഹത്തിന്റെ പെരുന്നതി അബ്രാമിനായി പുറപ്പെടുവിക്കുന്നു. നീ ബഹുജാതികൾക്ക് പിതാവാകും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഇനി മുതൽ നിന്റെ പേര് അബ്രാം എന്നല്ല, നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കാൻ നിന്റെ പേര് ഇനി മുതൽ അബ്രഹാം എന്നായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്ന് ഇസഹാക്ക് യാക്കോബിന് നൽകുന്ന അനുഗ്രഹം അനുഗ്രഹ നദിയായി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2-3 പേർ കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ടാകും. യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേദശാസ്ത്രപരമായി അതിനൊരു ഉത്തരമുണ്ട്. അപ്പമ്മൻ ആരെയാണ് നോക്കി വിറയ്ക്കുന്നത്? ആരെയാണ് അപ്പം വീര്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്നത്? അവന്റെ ഗാത്രം അപ്പമായും അവന്റെ രക്തം വീഞ്ഞായും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതാണ് യഥാർത്ഥ അനുഗ്രഹം. ഈ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിച്ച് മുന്നേറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചേർക്കുന്നു. നമസ്കാരം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-10 നാം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. മാതാപിതാക്കളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹം ദൈവം പറയുന്ന കേട്ട് അനുസരിക്കുന്ന സകല മനുഷ്യർക്കും ഉള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ അനുഗ്രഹീതരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം നാം വായിക്കുന്നത് പോലെ ദൈവോന്മുഖാകെ അനുഗ്രഹീതനായിരിക്കുന്ന അബ്രാമിനെ നമുക്ക് കാണുവാൻ കഴിയും. അബ്രാമിന് 99 വയസ്സായപ്പോൾ പ്രത്യക്ഷനായി. അനുഗ്രഹത്തിന്റെ അധിപതിയായവൻ അനുഗ്രഹത്തിന്റെ പേരും നദിയും അബ്രാമിനെ പുറപ്പെടുവിക്കുന്നു. നീ ബഹുജ്ഞാതികളുടെ പിതാവാക്യം, ഇനി തൊട്ട് നിന്റെ പേര് അബ്രാം എന്നായിരിക്കില്ല, നീ ബഹുജ്ഞാതികളുടെ പിതാവായിരിക്കുകയാൽ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികൾക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉദ്ഭവിക്കും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അനുഗ്രഹീതനായിരിക്കുന്ന ആ അനുഭവം എത്ര മനോഹരമാണ്! നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇസാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ തലമുറയായി നിൽക്കാത്ത പ്രകമ്പം പോലെ ഒഴുകിയ
അത്തരത്തിൽ നമുക്കും അനുഗ്രഹീതരായ മഞ്ഞ ഭക്ഷിച്ച് ഒരു ജനത മുന്നേറിയതുപോലെ ദൈവത്തിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത്തരത്തിൽ നമുക്കും ഒത്തുചേർക്കാം. റോമർ 8:17 നാം വായിക്കുന്ന പോലെ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജൂലിയസിന്റെ പ്രസംഗം ചേർന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് സോങ്ങാണ്.